ആദില നൂറയുടെ ഉദ്ദേശം എന്താ? എനിക്കത് മനസ്സിലാത്തൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താ? നെഗറ്റീവ് ഗെയിമാണോ ഇവർ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ആദില നൂറയുടെ ഗെയിമിനെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ഒരു വ്യക്തിയെ ഒരുപാട് ടാർഗറ്റ്, ഞാൻ എപ്പോഴും പറയും, ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം അനുവിന് കിട്ടിയ പോലെ തന്നെ, അനുവിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവർക്ക് നെഗറ്റീവ് ആയ പോലെ തന്നെ നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവായി മാറും. അത് ആക്ച്വലി അതില കുറച്ച് ഓവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നൂറയാണെങ്കിൽ പോലും ഇന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ? വല്ല കാര്യമുണ്ടോ? കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കണം, അല്ലാതെ ടാർഗറ്റ് ചെയ്ത് സ്വയം നെഗറ്റീവ് ആവാനായിട്ട് ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇന്ന് അതിലെ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്തെന്തിനാ? വെറുതെ പോയിട്ട് ഒന്ന് ചൊറിയാൻ വേണ്ടി പോയതാണ്. ലൈവ് ഉണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും, എപ്പിസോഡിൽ ശരിക്കും മനസ്സിലായിട്ടില്ല. ലൈവിൽ ശരിക്കും മനസ്സിലാവും. ആദില പറഞ്ഞു ഞാൻ ചൊറിഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആദില പോകുന്നത്. എന്നിട്ട് പോയിട്ട് കുപ്പി കാണിക്കാൻ പറയുമ്പോൾ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് തരുമോ, കോയിൻ തരുമോ എന്ന് പറയാൻ പറ്റുന്ന? അനീഷിന്റെ പോയിന്റ് അവിടെ കറക്റ്റാണ്. ആദില അവിടെ കാണിക്കുന്നില്ല. പിന്നെ ആദില അതിന്റെ അപ്പുറം വേറെ എന്തൊക്കെയോ പറയുന്നു. എന്താണ് ആൺകാർഡ് എടുക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് എന്റെ മോളിൽ കയറിയിരിക്കുന്നു. അനീഷിന് അവിടെ ദേഷ്യം വരുന്നു. അനീഷ് അവിടെ റിയാക്ട് ചെയ്യുന്നു. അനീഷ് റിയാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വെള്ളം ഒഴിക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അല്ലേ? അതിന്റെ മുകളിൽ അവര് വെള്ളം എടുത്ത് കോരികളെ. ഇത് എന്തിനു? ഇത് അനാവശ്യമാണത്. ഞാൻ പറയട്ടെ, ആദിലക്കൊക്കെ ശരിക്കും എപ്പോഴും വെസൽ ടീമിലാണെങ്കിലും ഇന്ന് ആദില ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അനീഷ് അവിടെ പറയുന്നുണ്ട്, ഉച്ചയ്ക്കാണ് നമ്മൾ റൊട്ടേഷനിൽ ചെയ്യണം എന്ന്. കാരണം ഉച്ചയ്ക്ക് നല്ലോണം പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങൾ കഴുകാതിരിക്കാനുള്ള വഴി മാത്രമാണ്. രാവിലെ എത്ര പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവാം? ബ്രേക്ക്ഫാസ്റ്റിന് കുറവല്ലേ ഉണ്ടാവുള്ളൂ. ലഞ്ചിനും ഡിന്നറിനൊക്കെയാണ് കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പുള്ളിക്കാരെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അത് ശരിയല്ല. അത് നമുക്ക് ഓഡിയൻസ്, നിങ്ങൾ കാണുന്നത് ഞങ്ങളാണെന്ന് വിചാരിക്കുക, ഓഡിയൻസിന് നമുക്കത് കറക്റ്റായിട്ട് തോന്നില്ല. ഒരാളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പം നമുക്കത് നെഗറ്റീവ് അടിക്കും. നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും. നമ്മളത് ഗെയിം നല്ല ഗെയിമായിട്ട് കാണില്ല. അപ്പം ആദില നൂറ ആദില, പ്രത്യേകിച്ച് ആദില കുറച്ച് കൂടുതൽ. പിന്നെ അതുപോലെ ഇന്ന് കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അനീഷിന്റെ ആ ചോക്ലേറ്റ് കോയിൻ ഉണ്ടല്ലോ, ചോക്ലേറ്റിന്റെ കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഗെയിം നാളെ എന്താവും അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആദില നൂറ് നടത്തുന്നുണ്ട്. പിന്നെ ഇനി ടാസ്കിലേക്ക് വരുവാണെങ്കിൽ ആര്യൻ ഇന്ന് ശരിക്കും അവിടെ ജയിച്ചു വന്നു. പക്ഷെ ആര്യന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ആര്യന്റെ ആക്ച്വലി ആ ബോട്ടിൽ കൊടുത്തത് ആര്യൻ തന്നെയല്ലേ? എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ആ 2 ബോട്ടിൽ കൊണ്ടേ ആര്യൻ ജയിലിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നു അതില, അതുപോലെ ആര്യൻ കൊണ്ട് കൊടുക്കുന്നു ബോട്ടിൽ. ഇവര് ഗെയിം കളിക്കാൻ വന്നതല്ലേ? ഗെയിം ഒന്നും ഓർമ്മയില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞതാണ് ബിഗ് ബോസ് അല്ലേ, ബോട്ടിൽ ഇല്ലെങ്കിൽ പോയിന്റ് കിട്ടില്ല എന്ന്. ആ 2 ബോട്ടിൽ അപ്രൂവ് ആയി അല്ലെ? ആര്യന്റെ 2 ബോട്ടിൽ, ആര്യന്റെ ആ 2 ബോട്ടിൽ അപ്രൂവ് ആയത് ആര് സൂക്ഷിച്ചു? ആരും സൂക്ഷിച്ചില്ല. അതപ്പം അവിടെ എറിഞ്ഞളഞ്ഞാണോ? എനിക്ക് തോന്നുന്നു അതാണ് അവർ കുടിച്ചതെന്നാണ് കേട്ടോ. ജയിലിൽ കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ എറിഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. എറിഞ്ഞത് വേറെ ബോട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ബോട്ടിലല്ല എറിഞ്ഞത്. എന്നാലും അതും തെറ്റ്. അനീഷ് എന്ന് ചെയ്തതും തെറ്റ്. അനീഷിന്റെ എന്താണ്, ഞാൻ ജയിച്ചില്ലെങ്കിൽ വേറെ ആൾ ജയിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരുടെ ചിന്ത അതാണ്. ഒരു നോമിനേഷൻ ഫ്രീ അല്ല ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുന്നതിനാണോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അതങ്ങ് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ കളിക്കേ. അത് കാണാനല്ലേ ഞങ്ങൾക്ക് ആഗ്രഹം. കോയിൻസും കിട്ടില്ല. ഇത് വെറുതെ എല്ലാവരും എല്ലാം ചളവാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന പോലെ. ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ. അതായത് ആത്മാർത്ഥതയൊന്നുമില്ല. പിന്നെ ഈ നമുക്കറിയാലോ നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടർ ഇന്ന് ആ ബാലറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. ജിഷനും ആക്ച്വലി അനുമോളും ജിഷനും തമ്മിൽ സെയിം ആണ് ഓൾമോസ്റ്റ്. അനുമോൾക്ക് 6 വോട്ടും ജിഷന് 7 വോട്ടും കിട്ടി. ഒരു വോട്ടിന് അങ്ങോട്ട് മാറി. അപ്പൊ പുള്ളിക്കാരൻ അകത്തേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു അനുമോൾ എന്തായാലും പോകുന്ന, പക്ഷെ അനുമോൾ അവിടെ ഉണ്ടായിരുന്നു. ജിഷിനാണ് പോയത്. ഈ പ്രാവശ്യം അനുമോളാണ് അകത്ത് പോയെന്ന് വയ്ക്കാം ജയിലിലേക്ക്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കോയിൻസ് കിട്ടി, കുറച്ചുകൂടി ഗെയിം വ്യത്യാസം വന്നെന്ന് തോന്നുന്നു. കാരണം സെയിം റിപ്പീറ്റേറ്റീവ് ഗെയിം ആയി മാറി. അത് വിചാരിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആരോ അത് അനുമോളെ വെച്ചിട്ട് അത് മെയിനിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയാം, അത് ക്യാപ്റ്റൻസിയിലേക്ക് പോകണ്ട, ജിഷൻ ക്യാപ്റ്റൻസിയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് അനുമോൾക്ക് വോട്ട് ചെയ്തത്. ജിഷിനെ വോട്ട് ചെയ്ത് ജയിലിലേക്ക് ഇട്ടത്, അനുമോൾ അവിടെ റീറ്റെയിൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ നോമിനേഷൻ ഇതിന് ക്യാപ്റ്റൻസി വന്നാലും നോമിനേഷൻ ഫ്രീ ആയാലും ഇവർക്കൊരു പ്രശ്നമല്ല. മനസ്സിലായോ? അതാണ് അവിടുത്തെ ടാറ്റിക്സ്. അവിടുത്തെ ഇപ്പൊ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം വേണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഒരു പോസിറ്റീവ് ഗെയിം ഇല്ല. ഇവരിങ്ങനെ എല്ലാവരും നെഗറ്റീവ് ഗെയിമില്ല. എല്ലാവരും നോമിനേഷൻ വരുത്തണം. അതൊക്കെ ശരിയാണ്. ഒരാളല്ലേ നോമിനേഷൻ ഫ്രീ ആവുള്ളൂ. അതാണ് പോയിന്റ്. ബാക്കി എല്ലാവരും കളിച്ചാലല്ലേ ഞങ്ങൾക്ക് വോട്ട് തരാൻ തോന്നുള്ളൂ. ഇത് ഒരു ദിവസം ഒരാൾ കളിക്കും, മറ്റു ദിവസം വേറെ ആള് അതേ ആള് നെഗറ്റീവ് ആവും. നമുക്ക് ഒരാളെ ഇഷ്ടാവുന്നില്ല. ശരിക്കും പറയാലോ, ഒരാളെ ഇഷ്ടാവുന്നില്ല.
അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നമുക്കൊരു ഫേവറേറ്റ് ഉണ്ട്. 52 ദിവസമായിട്ടും നമുക്ക് ഒരാളെ അങ്ങോട്ട് മനസ്സുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഓരോരോ വികിട് ഗെയിമുകളാണ് കളിക്കുന്നത്. അപ്പം അങ്ങനെ ഇനി ഈ തവണ നമുക്ക് 3 ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ, ആര്യനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതറിയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ആര്യനും വന്നു, നെവീനും ജിഷിനെയും ജയിലിലേക്ക് വിട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ മര്യാദക്ക് കളിച്ചില്ല, അതുകൊണ്ട് അവർ രണ്ടും ജയിലിലേക്ക് വിട്ടിട്ട് പിന്നെ പുതിയ ആര്യനും വന്നു, പിന്നെ ഷാനവാസും വന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ലവണ്ണം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടേ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അനീഷിൻ്റെ ജ്യൂസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു മുടി. ആ ബാച്ച് ഉണ്ടാക്കിയതിൽ ഒരു മുടി ഉണ്ടെങ്കിൽ അനുമോൾ അത് റിജക്ട് ചെയ്തതിൽ തെറ്റില്ല. എന്നാലും ചോക്ക്, ഒരു ബാച്ച് ഓഫ് ജ്യൂസ് ഉണ്ടാക്കുവാണ്, അതിൽ ഒരു മുടി കിടന്ന ആ മുടി ഉണ്ടായിരുന്നു, ആ മുടി കിടന്ന ഒരു കുപ്പി കിട്ടി, ഒരു കുപ്പിയിൽ ആ മുടി വന്നു. അപ്പോൾ അത് മൊത്തം ഒരുമിച്ചല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്, അപ്പോൾ അതായത് ആ ബാച്ച് കേടാണ്. അപ്പോൾ ആ മൊത്തം ജ്യൂസ് റിജക്ട് ചെയ്തതിലോ തെറ്റൊന്നുമില്ല. അത് അനീഷ് അങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അനീഷിനോട് ഫ്രസ്ട്രേഷനും പിന്നെ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ വേറെ ആർക്കും. അത് കഴിഞ്ഞിട്ട് അനീഷിന് തോന്നി, ഷാനവാസം പറഞ്ഞു, ഒരാഴ്ച നിങ്ങൾ കലക്കിയിൽ ആ വെള്ളത്തിലല്ലേ മുടി ഉണ്ടായിരുന്നു, അത് ഒരു കുപ്പിയിലേക്ക് പോയപ്പോൾ മനസ്സിലായില്ല ആ ബാച്ച് മൊത്തം കേടാന്ന്. അതങ്ങനെ അനീഷ് ആവശ്യം. പക്ഷെ അവിടെ അനീഷ് ആ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് അത് വേണ്ടിയിരുന്നത്. അത് ലക്ഷ്മി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇന്നലെ അനീഷ് തന്നെ ചെയ്തു, ഇന്നും അനീഷ് എന്തിനാ അത് തന്നെ ചെയ്തത്? അപ്പം അതെന്ത് ഗെയിമാണ്? ഒരു രസമില്ലാത്ത ഗെയിമാണ് അത്. അതൊരു നല്ല ഗെയിമല്ല, ഒരു അസൂയാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട. ഇതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അനീഷും ആ കൂട്ടത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ചു അനീഷ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു, പുള്ളിക്കാനും ആ കൂട്ടിൽ. പിന്നെ ഈ തവണത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ബിഗ് ബോട്ടിൽ ഉണ്ടായിരുന്നു അല്ലെ. ബിഗ് ബോട്ടിൽ ഞാൻ 5 കോയിൻസ് കിട്ടും. അപ്പം ഇവർ ശരിക്കും കളിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല നല്ല കോയിൻസ് ഒക്കെ കിട്ടി, കുറച്ച് പേർക്ക് കോയിൻസ് കിട്ടാനുള്ള ശരിക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇല്ല, കളിക്കണ്ട, എല്ലാവർക്കും കൊളാക്കിയാൽ മതി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരു ഇതില്ല, ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഗെയിം സ്പിരിറ്റ് ഇവർക്ക് അശേഷമില്ല. പിന്നെ അവരെ ജയിലിൽ വിട്ടത് നന്നായി, നവീനെയും ജിഷിനെയും. നവീനെ പ്രത്യേകിച്ച് അവൻ ഉഴപ്പിയെടുക്കുമായിരുന്നു. അപ്പം ജയിലിൽ പോയത് നന്നായി നവീൻ, എനിക്കതേ തോന്നുള്ളൂ. പിന്നെ ആര്യൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗെയിം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടമായി. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നമുണ്ട് ആര്യന് എപ്പോഴും ആ ഒരു ശ്രദ്ധക്കുറവുണ്ട്. പിന്നെ ആര്യൻ ജിസലിന് അഗെയിൻസ്റ്റ് കളിക്കാൻ തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നു. ഇനി അതാണോ അറിയില്ല. കാരണം ജിസൽ പലപ്പോഴും ആ ടീമിൽ വെച്ച് പറയില്ലേ, ഇപ്പം അക്ബറിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുമ്പോൾ ആര്യൻ അവിടെ എതിർത്ത് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ആര്യൻ കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ കറക്റ്റ് സമയമാണ്, ഇപ്പോഴും സമയമുണ്ട്, എടുത്തു പോയി ആൾക്കാർക്ക് വോട്ട്. ആൾക്കാർക്ക് ആരെ ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ സീസണിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും വിന്നർ ആവാനുള്ള ചാൻസ് ഇതുവരെ പോയിട്ടില്ല. എല്ലാവരും ആര് കളിക്കുന്നോ ഒരു 10-15 ദിവസം കളിച്ചു നോക്കി, നിങ്ങൾ ഉറപ്പായിട്ട് വിന്നറാവും. തമാശ പറയുന്നല്ല, ഇഷ്ടമുള്ളവരില്ല. സാധാരണ പ്രേക്ഷകരായ പറയുന്നത്, ഞാൻ ഈ ഫാൻ ഫോളോയിങ്ങിന്റെ കാര്യമൊന്നുമല്ല. കുറേ പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫേവറേറ്റ്സ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ 10 ദിവസം നന്നായിട്ട് കളിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. 10-15 ദിവസം കളിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രേക്ഷകരുടെ വോട്ട് നേടാൻ പറ്റും, സപ്പോർട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ നല്ല സീസൺ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിന്നർ ഓൾറെഡി ഇപ്പോഴേ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഷോ കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഷോയിൽ വിന്നേഴ്സ് എന്ത് വേണേ ആവാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും വരാം, കളിച്ചാൽ ഞാൻ എടുത്തു പറയുന്നു. ഇനി വേറെ സംഭവം ഉണ്ടായിരുന്നു, ജിസലിന്റെ ഗെയിമും. ഇന്ന് ഞാൻ പറയുന്നില്ലേ, ജിസലിന്റെ എപ്പോഴും കിച്ചൺ ഇഷ്യൂ ആണ് അവരുടെ ഗെയിം, അല്ലാതെ വേറെ ഗെയിം ഒന്നും ജിസലിനില്ല. അത് ഇന്ന് ലക്ഷ്മി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജിസലിനോട്. ചപ്പാത്തി ഉണ്ടാക്കലും കോഫിയും അതൊക്കെയാണ് ജിസലിന്റെ ഗെയിം. അതൊക്കെ ബോറടിച്ച് ജിസലെ. ആര്യം വരെ കളിച്ചു തുടങ്ങി, ജിസലിനെ എപ്പോഴാണ് കളിക്കാൻ പോകുന്നത്? ഇനി ഷാനവാസിന്റെ ഫുഡ് ഇഷ്യൂ. ഞാൻ പറയട്ടെ, പൊതുവെ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും ആ ചെയ്തത് ശരിയല്ല. എസ്പെഷ്യലി നിങ്ങൾ ഒരു വലിയ മെജോറിറ്റിക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ അവിടെ എല്ലാവർക്കും നിങ്ങൾ കൈയിട്ടത് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അങ്ങനെ അല്ലേന്ന് വെച്ചാൽ, ചപ്പാത്തി പിന്നെ അങ്ങനെ അല്ലാതെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ഗ്ലൗസ് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ അവർക്ക് ഗ്ലൗസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദയുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഷാനവാസ് അവിടെ ചെയ്യായിരുന്നു. അതിങ്ങനെ ഫീലായിട്ട് ലക്ഷ്മി അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ലക്ഷ്മി പറഞ്ഞ അവിടെ ഒരു പോയിന്റാണ്. അത് എനിക്ക് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ഗ്രൂപ്പിന് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് ചെയ്യില്ല, അതൊരു മര്യാദയാണ് ഫുഡിനോട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ലക്ഷ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി
അടുത്ത ചോക്ലേറ്റ് ഇഷ്യൂ. ഓക്കെ, ആര്യൻ്റെ ചോക്ലേറ്റ്. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഇവർ ചോക്ലേറ്റ് ഇട്ടിട്ട് ആര്യനൊക്കെ ഡിവൈഡ് ചെയ്യുന്ന കാണുമ്പം ഭയങ്കര ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര ഹ്യൂമാനിറ്റിയാണ്. ബാക്കി എല്ലാത്തിനും ഹ്യൂമാനിറ്റി ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള അവർക്ക് കിട്ടുന്ന സാധനത്തിൽ മാത്രം അവർ ഒളിച്ചു വയ്ക്കും. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചോദിക്കുമായിരിക്കും എന്തെങ്കിലും പോയിന്റ് വേണ്ടേ ജിസലിനെ കുറിച്ച് ചോദിക്കാൻ. വേറെ ഒന്നുമില്ല ജിസലിനെ കുറിച്ച് ചോദിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ചോക്ലേറ്റ് മോഷ്ടിച്ചതും അത്. അപ്പം ആ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഹ്യൂമാനിറ്റി കുറവായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഇവരുടെ കാര്യത്തിൽ കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബിന്നിയുടെ കാര്യം, കുക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ ബിന്നി ഇവിടെ കുക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ട് ഷാനവാസിനെ. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഇന്നൊരു ഇതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാനവാസ് ആ ഒരു ഇഷ്യൂ വെച്ചിട്ട് അതൊരു ഇഷ്യൂ ആക്കുന്നുണ്ട്. ലക്ഷ്മിയെ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇഷ്യൂ ആക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്ന് ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഡിബേറ്റൊക്കെ എൻ്റെ ദൈവമേ കേട്ടിരിക്കാൻ പറ്റൂല. ലൈവൊക്കെ കേട്ടിരുന്നവർക്ക് മട്ടിയിട്ടുണ്ടാവും. നമ്മുടെ പറഞ്ഞ പോലെ നിരാശതയല്ലാതെ ഒന്നും കിട്ടില്ല. മര്യാദക്ക് കേൾക്കാൻ പറ്റില്ല. ലൈവിലും മ്യൂട്ടൊക്കെ ചെയ്യാം. ഈ എപ്പിസോഡിൽ മ്യൂട്ട് ചെയ്യുന്ന പോലെ ലൈവിലും കുറച്ച് മ്യൂട്ട് ചെയ്താൽ കേൾക്കാം. ഇതിന് എപ്പിസോഡിൽ പോലും അവർ ഡിസ്കസ് ചെയ്യുന്ന മ്യൂട്ട് ചെയ്ത് അവർ അപ്പുറത്തുനിന്നൊക്കെ എന്തൊരു ശബ്ദമാണെന്നറിയോ, കേൾപ്പിക്കില്ല, ഒന്നുമേ കേൾപ്പിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ നാളെ നമുക്ക് നോക്കാം. നാളെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഡിഫറെൻ്റ് ആയിട്ട് ബിഗ് ബോസ് ടീം തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഇവരെ കൊണ്ട് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്നത്. അവർ തന്നെയാണ് ഗെയിം മാറ്റി കൊണ്ടിരുന്നത്. അവരുടെ ഗെയിമാണ് ഇന്ന് നെവിനെയും ജിഷിനെയും കൊണ്ട് ജയിലിലിട്ടതൊക്കെ. അപ്പം ബിഗ് ബോസ് ടീമാണ് ഇവിടെ കളിക്കുന്നത്. അപ്പം നാളെ ബിഗ് ബോസ് ടീം എന്തോ ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണ്ടേ, എപ്പിസോഡിൽ ഇടണ്ടേ. ആൾക്കാർക്ക് എന്താ കാണുന്നത്, ഇവർ ഈ ഇതേ സായം ഓ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ആരെയൊക്കെ എന്തൊക്കെ മറിച്ചിട്ടാലും ഇവർ കളിക്കൂല. പിന്നെ അനീഷിന് കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ട്. അനീഷ് മാറ്റുന്നുണ്ട് കേട്ടോ. അനീഷ് മാറ്റുമായിരിക്കും. ഇനി ചെയ്യില്ല. കുറച്ചൊക്കെ ഇത് പിടിച്ചു നോക്കി, ഞാൻ പാവം ഓണറാണെന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് മനസ്സിലായി ചീറ്റിപ്പോയെന്ന് പുള്ളിക്കാരൻ മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. അടുത്ത ഗെയിമൊക്കെ വരുന്നുണ്ട്. ഇനി അറിയില്ല കേട്ടോ. ഇനി ക്യാപ്റ്റൻസിയിലൊക്കെ വരുമ്പം അനു ക്യാപ്റ്റനൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ. ഞാൻ കണ്ടിട്ടില്ല അനുവിനെ ക്യാപ്റ്റനായിട്ട്. ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തായിരിക്കും അനു പരാജയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പുള്ളിക്കാരിക്ക് അല്ലേ തന്നെ പുള്ളിക്കാരിനെ ആർക്കും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ ക്യാപ്റ്റൻ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ പോലെ, ഫുഡ് ഇൻസ്പെക്ടർ അല്ല, എന്താണ് ക്വാളിറ്റി ഇൻസ്പെക്ടർ പോലെ ആണെങ്കിൽ ഫുൾ അടി തന്നെയായിരിക്കും അനു ക്യാപ്റ്റനെ. അപ്പം നോക്കാം എങ്ങനെ പോകുന്നു. ഇനി അടുത്ത റിവ്യൂ ആയിട്ട് വരാം. അടുത്ത എന്തെങ്കിലും ഇവർ ചെയ്യട്ടെ, കണ്ടന്റിനൊക്കെ ഉണ്ടാക്കുക, നല്ല രീതിയിലൊക്കെ നിങ്ങൾ കളിക്കൂ. അല്ലാതെ ഞങ്ങൾക്ക് ഈ തല്ലുപിടുത്തവും നെഗറ്റീവ് ഗെയിമും കണ്ട് മടുത്തു സത്യം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരുന്നത്. ബൈ.